ഈ കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്, അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്നിട്ട്. പക്ഷെ ഈ പരാതി പറയുന്ന ആൾക്കാരും ഗ്ലാഡ്രാക്സിന്റെ ആദ്യത്തെ സൂപ്പർ മോഡൽ ആയിരുന്നു, അപ്പോൾ അതൊക്കെ പറയണം. പക്ഷെ മേ ബി ദേ ഡോണ്ട് നോ. അപ്പം അങ്ങനെ നല്ല കാര്യം അല്ല അങ്ങനത്തെ ഒരു വളരെ ബോൾഡായിട്ട് കൂടി അന്ന് മോഡലിംഗ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരുന്നു. കാമസൂത്ര എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ആദ്യത്തെ മോഡലാണ് അന്നു അഗർവാൾ, യുനോ, അവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഐ എം ദ സെക്കൻഡ് മോഡൽ. അപ്പൊ എല്ലാ മോഡൽ 2 വർഷം ഉണ്ടാവും. കാമസൂത്ര മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ബൈബിൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് ബുക്ക് ഉണ്ട്, വേൾഡ് ബ്ലാക്ക് ബുക്ക്. എന്റെ കാമസൂത്ര മോഡൽ ആ ഒരു ആഡ് ഹാഡ് ഗോൺ ടു ദ ബൈബിൾ ഓഫ് അഡ്വർടൈസ്മെന്റ് ബ്ലാക്ക് ബുക്ക്. സോ ഇറ്റ് വാസ് എ ബിഗ് അംഗീകാരം. അത് ഇവിടെ ആർക്കും മനസ്സിലാവില്ല, ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇറ്റ്സ് എ വെരി ക്ലാസി, ടോപ്പ് ഫോട്ടോഗ്രാഫർ, ടോപ്പ് കോസ്റ്റ്യൂമർ, ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഫുൾ ബോഡി മേക്കപ്പ്. ഒരു ഷോട്ട് അല്ലെ 4-5 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4, ബിക്കോസ് ഫുൾ ബോഡി പെയിന്റ് നടക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര കുറെ ഇതുണ്ടായിരുന്നു. സോ ഐ വാസ് വെരി പ്രൗഡ്. പക്ഷെ ഐ വാസ് ദ ഓൺലി മോഡൽ ഹു വാസ് റിപ്പീറ്റഡ്. 2 വർഷം ഞാൻ ഒരു മോഡൽ ഇന്ദ്രസുധന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ഷാവർ അലീന്റെ കൂടെ ചെയ്തു. സോ ഐ എം ദി ഓൺലി മോഡൽ ഹു ഡിഡ് ഫോർ 4 years. യുനോ, സോ ഐ വാസ് വെരി ഹാപ്പി. ആ ഒരു റിപ്പീറ്റ് ഇത് ആയത്. സോ ഐ ബീൻ വെരി ലക്കി അപർണ. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടാറില്ല. ആ എക്സ്പോഷറിന് നന്നായിട്ട് കൈകാര്യം എങ്ങനെ ചെയ്യണം, അത് എനിക്ക് പഠിപ്പിച്ച സാധനം എന്റെ എക്സ്പോഷർ തന്നെയാണ്.